ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയതായ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ യേശു നല്ലവർ മിഷണറി ഊഴിയങ്ങൾ, അതിന് തലമേ വഹിക്കുന്ന പാസ്റ്റർ പുനിതരാജ്, അവர்களോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ, മറ്റ് സഹോദരങ്ങൾ, സഹോദരിമാർ, മാതാപിതാക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരോടും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷമാണോ? സന്തോഷമായിരിക്കുന്ന എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ഗ്ലാഡി എന്നാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എനിക്ക് പപ്പ, മമ്മി, പിന്നെ ഒരു സഹോദരൻ, ഞങ്ങൾ 4 പേരായിരുന്നു. കുഞ്ഞു പ്രായം മുതൽ തന്നെ സൺഡേ സ്കൂളൊക്കെയും പഠിച്ച് സഭയുടെ കാര്യങ്ങളൊക്കെയും ഒത്തിരി ആക്റ്റീവായിട്ടൊക്കെ ഇങ്ങനെ വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാർട്ട്ണറെ നൽകി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 പൈതങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട്. മൂത്ത മകൻ ഇവാൻ, രണ്ടാമത്തെ മകൻ ഇറോൺ. ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രത്യേകം ചോദിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് എൻ്റെ പപ്പ ഒരു ഏകദേശം 3 വർഷത്തിന് മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ പപ്പ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നതാണെങ്കിലും പപ്പയിൽ ഒരു ഭയങ്കര ഒരു സുവിശേഷ ആത്മാവ് ഉണ്ടായിരുന്നു. പപ്പ ഒരു പാസ്റ്ററല്ല, വിശ്വാസിയാണ്. പക്ഷേ എവിടെ അവസരം കിട്ടിയാലും അവരോടൊക്കെ ഇങ്ങനെ ഒത്തിരി സുവിശേഷം പറയും. അതിന് ഏത് സാഹചര്യം, ഏത് സിറ്റുവേഷൻ, അതൊന്നും പ്രശ്നമല്ല. പപ്പയ്ക്ക് എവിടെ അവസരം കിട്ടിയാലും പപ്പ സുവിശേഷം പറയും. പ്രത്യേകിച്ച് ഈ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പല പ്രാവശ്യവും ആശുപത്രിയിലൊക്കെ ഹോസ്പിറ്റലിലാകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പോലും അടുത്തുള്ള ബെഡുകാരോട് കർത്താവിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അവരോടൊക്കെ സുവിശേഷത്തെ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പിതാവായിരുന്നു എൻ്റെ പിതാവ്. അപ്പം ആ പിതാവിൻ്റെ മകളായിട്ട് ജനിക്കാൻ പറ്റിയതിൽ ഞാനും ഒത്തിരി അഭിമാനിക്കുന്നു. മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മൾ പ്രിയ പുനിതരാജ് പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടം അല്ലെങ്കിൽ ഈ ലോകം അതിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് ഇപ്പം പ്രിയ പാസ്റ്റർ ചൂളകര ദേശത്ത് പോയി കർത്താവിൻ്റെ വേല ചെയ്യുന്നു, അല്ലെങ്കിൽ മല ഊഴിയം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കും നമുക്കെല്ലാവർക്കും അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളും കർത്താവിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പ്രിയ രാജ് സിംഗ് ബ്രദർ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ തങ്കരാജ് സാർ വിഷയങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതൊക്കെ അതിനുവേണ്ടി നമ്മളൊരു സപ്പോർട്ട് ചെയ്തതാണ്. ഇതൊക്കെയും ദൈവം നീതിയായി കണക്കിടുവാൻ തക്കോണം ഇടയായി തീരും. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ തന്നെ ദൈവകരങ്ങൾ നമുക്കൊന്ന് സമർപ്പിക്കാം. നമുക്ക് ആയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്തുന്നതായിട്ടുള്ള ആ ദൈവിക കൃപകളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ, ദൈവിക കൃപകളെക്കുറിച്ചൊക്കെ നമുക്ക് വർണ്ണിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പ്രത്യേകിച്ച് പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ തങ്കരാജ് സാർ പലപ്പോഴും ഗ്രാമ ഊഴിയത്തിനൊക്കെ പോയിട്ട് വന്ന് പറയാറുണ്ട് അവിടുത്തേതായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച്. പലപ്പോഴും മനുഷ്യർ എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത് അവർക്കറിയത്തില്ല. ചിലപ്പോൾ അവർ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, ചിലപ്പോൾ നല്ല സമ്പത്തൊക്കെ ഉള്ളവരായിരിക്കാം, വലിയ വലിയ കുടുംബത്തിലൊക്കെ ജനിച്ചവരായിരിക്കാം. പക്ഷെ പല വിഷയങ്ങളിലും ശത്രുവായവൻ അല്ലെങ്കിൽ പിശാച് അവരുടെ ഹൃദയങ്ങളെ, കണ്ണുകളെയൊക്കെ കുരുടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടവരായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെ ദൈവത്തിന് ഒരു ഡിമാൻഡ്സും ഇല്ല. മറ്റു പലയിടത്ത് നോക്കിയാൽ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, ചിലയിടത്ത് പുരുഷന്മാർക്ക് പ്രവേശനമില്ല, ചിലയിടത്ത് അങ്ങനെ ഓരോ ഡിമാൻഡ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നയിടത്ത് പോയാലേ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളതായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എവിടെയായാലും നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തോട് നിലവിളിക്കുകയോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വരുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മുടെ നിലവിളി കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. അപ്പം ആ ദൈവത്തിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ ധ്യാനിക്കാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പേ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ആ പാട്ട് അറിയാമെന്നുള്ളവർക്ക് ചേർന്ന് പാടാം, അല്ലാത്തവർക്ക് ആ പാട്ടിൻ്റെ ഓരോ വരികളും ധ്യാനിക്കാം. അതിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പോലെ
തുടർന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ നിന്നും ധ്യാനിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു വചനം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം. റോമർ 8:18. ആദലാൽ ഇക്കാലത്തെ പാടുകൾ ഇനി നമ്മിടത്തിൽ വെളിപ്പെടും മഹിമയ്ക്ക് ഒപ്പിടത്തക്കവകൾ അല്ലവെന്ന് എണ്ണുகிறேன். എല്ലാവരും എടുത്തായിരുന്നോ? റോമർക്ക് എഴുതിയ നിരൂപം 8-ാം അധ്യായം 18-ാം വചനം. എല്ലാവർക്കും ചേർന്ന് വായിക്കാമോ വചനം? ആദലാൽ ഇക്കാലത്തെ പാടുകൾ ഇനി നമ്മിടത്തിൽ വെളിപ്പെടും മഹിമയ്ക്ക് ഒപ്പിടത്തക്കവൈകളല്ലവെന്ന് എണ്ണുகிறேன். ഹല്ലേലൂയ. സന്തോഷമായിരിക്കുന്ന എല്ലാവരും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നാം ഇവിടെ വായിച്ചു കേട്ടതായ വചനം മലയാളത്തിൽ ഇപ്രകാരമാണ്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കാലത്തിൽ നമുക്ക് എല്ലാവർക്കും കഷ്ടമുണ്ട്. പക്ഷേ ഈ കഷ്ടങ്ങളൊക്കെ സാരമില്ല എന്നെണ്ണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മിൽ വെളിപ്പെടാനായിട്ടുള്ള ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സിനെ വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളൊക്കെ നമുക്ക് സാരമില്ല എന്നെണ്ണുവാൻ തക്കവണ്ണം സാധ്യമാകും. പ്രത്യേകിച്ച് യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും കഷ്ടതകളുണ്ട്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ കഷ്ടതയില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതം പ്രത്യേകിച്ചൊരു ദൈവ പൈതലിനില്ല. നമുക്ക് കഷ്ടതയില്ലാത്തൊരു ജീവിതം ദൈവം നൽകുന്നുണ്ട്. അത് ഈ ഭൂമിയിലല്ല, ഇതിനപ്പുറമായിട്ടും ആ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെയാണ് ആ യഥാർത്ഥമായിട്ടുള്ള ഒരു കഷ്ടതയില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ലഭ്യമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കഷ്ടതകൾ കൂടിയ ഒരു ജീവിതം മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സാധ്യമാകുകയുള്ളൂ. പിന്നെ ഈ കഷ്ടതകളുടെ ഇടയിൽ സന്തോഷിക്കാനുള്ള സമയങ്ങളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരു കഷ്ടതയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനപ്പുറം ഒരു പണിയപ്പെടൽ കർത്താവ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ പണിയപ്പെടൽ കഴിയുമ്പോൾ നമ്മളെ ദൈവം ചില നന്മകളിലൊക്കെ ചില അനുഗ്രഹങ്ങളോട്ടൊക്കെയും കടത്തിവിടാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്: ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും കഷ്ടതയുണ്ട്. കഷ്ടതയില്ലാത്തതായിട്ടുള്ളൊരു ജീവിതം ഒരിക്കലും ഒരു ദൈവ പൈതലായിരിക്കുന്ന നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസാണ് റോമ സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ പറയുന്നതായിട്ടുള്ളൊരു വചനമാണ്: നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഒരു സമയത്ത് ദൈവമക്കളെ പീഡിപ്പിച്ചൊക്കെ നടന്നെങ്കിലും യഥാർത്ഥമായ ഒരു രക്ഷയുടെ ഭാഗം, ഒരു മാനസാന്തരം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പിന്നെ പൗലോസ് ഇങ്ങനെ കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കുകയും ഒത്തിരി ഓടുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി പ്രതിസന്ധികളിലൊക്കെയും പൗലോസ് അകപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയും വന്നു. അപ്പോൾ അവിടെയൊക്കെയും പൗലോസിന് നിലനിൽക്കാനായിട്ട് സാധിച്ചതിൻ്റെ കാരണം പൗലോസ് തിരിച്ചറിഞ്ഞതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്: ഞാൻ ഇന്ന് ഈ കഷ്ടതകളൊക്കെ സഹിച്ചാലും ഇതിനപ്പുറമായിട്ട് എന്നിലൊരു തേജസ് വെളിപ്പെടും, ഒരു ദൈവിക തേജസ് എന്നിൽ വെളിപ്പെടുവാനുണ്ട്. അതിനുവേണ്ടി പൗലോസ് കാത്തിരുന്നപ്പോൾ ഈ കഷ്ടതകളൊക്കെയും സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം പൗലോസിൻ്റെ ആയി തീർന്നു. ഹല്ലേലൂയ. വീണ്ടും നമുക്കറിയാം, ഈ തേജസ് നമ്മൾ എപ്പോഴാണ് വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. കൊലോസ്യർ 3:4. നമ്മുടെ ജീവനാகிய ക്രിസ്തു വെളിപ്പെടുമ്പോൾ നീങ്ങളും അവരോടെ കൂടെ മഹിമയിലെ വെളിപ്പെടുവീர்கள். നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ് നമ്മൾ അവനോട് കൂടെ മഹിമയിൽ വെളിപ്പെടും, അല്ലെങ്കിൽ ആ തേജസ്സിൽ വെളിപ്പെടും. അപ്പം കർത്താവിൻ്റെ മഹത്വത്തിൽ നമ്മളൊക്കെയും പങ്കാളികളാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ വെളിപ്പെടണം. നമ്മുടെ ജീവനായ ക്രിസ്തുവിനോട് കൂടെ വെളിപ്പെടുന്ന ആ സമയത്താണ് ആ തേജസ് നമ്മിലും വെളിപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്നും ഈ ഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞു പോകും, അല്ലെങ്കിൽ മൺമറഞ്ഞു പോകും. ഇതിന് ശേഷമുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കുന്നു മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ വെളിപ്പെടുകയും ആ സമയത്ത് ആ തേജസ് നമ്മിലും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വീണ്ടും നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. 2 കൊരിന്ത്യർ 4:17. மேலும் காணப்படுகிறவைகளை அல்ல காணப்படாதவைகளை நோக்கி இருக்கிற நமக்கு அதி சீக்கிரத்தில் நீங்கும் லேசான நம்முடைய உபத்திரவம் மிகவும் அதிகமான நித்திய கனமகிமையை ഉണ്ടാக்குகிறது. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണപ്പെടുന്നത് എങ്ങനെയാണ്? അതിശീഘ്രത്തിൽ നീങ്ങിവിടുന്നതായിട്ടുള്ള ലേസാന ഉപദ്രവം
നമുക്ക് വീണ്ടും അതൊരു നിത്യഘനമായി തീരുവാൻ തക്കവണ്ണം കാരണമാകുന്നു. പിന്നെ മലയാളത്തിൽ ഇങ്ങനെയാണ്: നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിൻ്റെ ഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമായി തീരും. അതായത് ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും കഷ്ടതയുണ്ട്. നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോരുത്തർ കടന്നു പോകുന്നതായ പ്രയാസങ്ങൾ, ഭാരങ്ങൾ, കഷ്ടതകളൊക്കെ ഓരോ നിലകളിലാണ്. അവരവരുടെ കഷ്ടതകളുടെ വലിപ്പം അവരവർക്കേ അറിയാവൂ. അവരവരെ അപേക്ഷിച്ച് ആ കഷ്ടതകളൊക്കെയും അവരവർക്ക് വലിയത് തന്നെയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഈ കഷ്ടതകളൊക്കെ നോക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഇത് പെട്ടെന്ന് നീങ്ങിപ്പോകുന്ന കഷ്ടതകളും ഇതൊക്കെ വളരെ നിസ്സാരമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു കഷ്ടതയുടെ പ്രയാസം, ഭാരം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഘനമേറിയ ഒരു തേജസ്സാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ളത്. അപ്പോൾ ആ തേജസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ കഷ്ടതകളൊക്കെ സാരമില്ലെന്ന് എണ്ണുവാനാണ് ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്ക് വായിക്കാം 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം. பிரியமானவர்களே, இப்பொழுது தேவனுடைய பிள்ளைகளாய் இருக்கிறோம், இனி எவ்விதமாய் இருப்போம் என்று இன்னும் வெளிப்படவில்லை. ஆகிலும் அவர் வெளிப்படும் போது அவர் இருக்கிற வண்ணமாகவே നാം അവരെ ദർശിപ്പതിനാൽ അവർക്ക് ഒപ്പായി ഇരുപ്പോം എന്ന് അറിഞ്ഞിരിக்கிறோം. ഇവിടെ നമുക്ക് കാണാം ഈ തേജസ് എന്ത് ചെയ്യും? നമ്മളെ ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇങ്ങനെ വളരെ എക്സൈറ്റ് ആയിട്ട് കാത്തിരിക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണ് ആ കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് കർത്താവിൻ്റെ കൂടെ ചേരുന്നത് അതിനു വേണ്ടി. അപ്പോൾ വീണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ആ കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളും കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് ആ കർത്താവിന് സദൃശ്യന്മാരാകും. കർത്താവിനൊപ്പമാകാൻ തക്കവണ്ണമാണ് നമ്മളും ഈ ഭൂമിയിലായിരിക്കുന്നത്. വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വചനം. സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ വായിക്കുന്നില്ല. അതിലും ഇപ്രകാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്: നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ ജഡശരീരം, നമ്മൾ ഈ മാംസമായ ശരീരം ഇവിടെ നിലനിൽക്കുകയില്ല. ഇതൊക്കെ നമ്മൾ ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ ഈ ശരീരത്തിൽ രോഗങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്, കുറ്റങ്ങൾ, കുറവുകളെല്ലാം ഉള്ള ശരീരമാണ്. ഈ ശരീരത്തിൽ ഒരിക്കലും ആ തേജസ് നിറയ്ക്കാനായിട്ട് സാധ്യമാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവം ഒരു ക്രിസ്തീയ ശരീരം തരും, ഒരു മഹത്വമുള്ള ശരീരം തരും. ആ ശരീരത്തിൽ കൂടെയാണ് നമുക്ക് ദൈവിക തേജസ് വെളിപ്പെടുത്താൻ സാധിക്കുന്നതും അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് ഈ തേജസ് നമ്മളിൽ പ്രാപിക്കണം, ഈ തേജസ് നമുക്കെല്ലാവർക്കും വേണം. അപ്പം പ്രത്യേകിച്ച് ഈ കാലത്തിലെ കഷ്ടങ്ങളിലൊക്കെ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഈ ദൈവിക തേജസ്സിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമ്മളൊക്കെ പ്രാപിച്ചാൽ തന്നെ നമുക്കിതിനൊക്കെ നിലനിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. വീണ്ടും നമ്മൾ കുറുവാക്യമായിട്ട് വായിക്കിയതാണ് റോമർ 8:18. ആദലാൽ ഇക്കാലത്തെ പാടുകൾ ഇനി നമ്മിടത്തിൽ വെളിപ്പെടും മഹിമയ്ക്ക് ഒപ്പിടത്തക്കവകൾ അല്ല എന്ന് എണ്ണുகிறேൻ. ഓക്കെ, അപ്പം നമുക്ക് വേദപുസ്തകത്തിൽ നോക്കിയാൽ ഒത്തിരി ആൾക്കാരെ കാണാം. ഇങ്ങനെ അവരിങ്ങനെ ഒത്തിരി കഷ്ടത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും അവർ അതിലൊക്കെ നിലനിന്നതിൻ്റെ കാരണം അവരിൽ വെളിപ്പെടുവാനുള്ള ആ ഒരു തേജസ്സിനെ കുറിച്ച് അവർക്കൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് അവരിങ്ങനെ ദൈവത്തിൽ നിലനിന്നതായിട്ടുള്ള ഒത്തിരി വ്യക്തികളെ കാണാം. ഇനി ഞാൻ റെഫറൻസുകൾ വായിക്കുന്നില്ല, നമുക്കറിയാമെന്നുള്ള ഓരോരുത്തരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, യോസെഫിനെ നോക്കാം. യോസെഫിൻ്റെ ജീവിതം, യോസെഫ് ഇങ്ങനെ അപ്പന് ഇഷ്ടപുത്രൻ, ഭവനത്തിലൊക്കെ വളരെ മാന്യനാണ്. സഹോദരന്മാർക്കൊന്നും യോസെഫ് ഒരു ദോഷവും ചെയ്യുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ യോസെഫ് ദൈവത്തിന് പ്രസാദമുള്ളവനായിരുന്നതുകൊണ്ട് യോസെഫ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. സഹോദരന്മാർ ഇങ്ങനെ യോസെഫിനെ നമസ്കരിക്കുന്നതായിട്ട് കണ്ടു. യോസെഫ് അത് പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. അടുത്ത് വീണ്ടും യോസെഫ് സ്വപ്നം കാണുകയാണ്, അപ്പനും അമ്മയും എല്ലാവരും നമസ്കരിക്കുന്നു, അവിടെ കണ്ടു കഴിഞ്ഞു, പറഞ്ഞു അത് കഴിഞ്ഞു. പക്ഷെ പിന്നെ യോസെഫ് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ കണ്ടിരിക്കണം, എന്നാലും ഇവരെല്ലാം എൻ്റെ കീഴിൽ വരേണ്ടവരാണെന്നോ ആ ഒരു മനോഭാവത്തോടു കൂടെ ഒരിക്കലും ഒരിടത്തും പെരുമാറുന്നില്ല. പക്ഷേ യോസെഫിന് മനസ്സിലായി, സഹോദരന്മാർക്ക് യോസെഫിനോടൊരു ഇഷ്ടക്കുറവ് വന്നോ, അല്ലെങ്കിൽ സഹോദരന്മാർക്കൊക്കെ ഒരു ഇതുണ്ടെന്നൊക്കെ മനസ്സിലായപ്പോഴും അതൊന്നും യോസെഫ് ആരോടും കാണിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. യോസെഫ് എന്ത് ചെയ്തു? യോസെഫിൻ്റെ സഹോദരന്മാർ ആടുകളെ മേയ്ക്കാൻ പോയപ്പോഴും അവിടെ അപ്പൻ പറഞ്ഞയക്കുകയാണ് യോസെഫിനോട്, നിങ്ങൾ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരണം. അപ്പോൾ യോസെഫ് ഒരിക്കലും പറയുന്നില്ല, ഇനി അവർ എന്നെ കാണുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ തോന്നും, അങ്ങനൊന്നും പ്രതികരിക്കില്ല. അപ്പൻ്റെ വാക്ക് അങ്ങനെ പ്രതികരിച്ച് യോസെഫ് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും അവിടെ ചെന്ന ശേഷം യോസെഫിന് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്നുള്ളതാണ്.
അത് യോസെഫ് സഹോദരന്മാർ യോസെഫിനെയും പൊട്ടക്കുഴിയിലിടുന്നു. അടുത്ത് ഈ മിദ്യാനിയെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുന്നു. ഇവിടെ എല്ലാം കടന്നുപോയി ഓരോ കാര്യങ്ങളും യോസെഫിൻ്റെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സംഭവിക്കുമ്പോഴും യോസെഫ് ഓർക്കുന്നത് ഈ പ്രശ്നങ്ങളെയോ ഇതിനൊന്നുമല്ല. യോസെഫ് ഓർക്കുന്നത് എന്നിലൊരു തേജസ് വെളിപ്പെടും, ആ നിത്യ തേജസ്സിൻ്റെ ഘനം എന്നിൽ വേണം, അല്ലെങ്കിൽ ആ ഒരു ദൈവിക തേജസ് എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഇവിടെയൊക്കെ ഞാൻ ഒന്ന് സൈലൻ്റ് ആകണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ യോസെഫ് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും യോസെഫ് അവിടെ നിന്ന് പോത്തിഫറിൻ്റെ വീട്ടിൽ വിൽക്കപ്പെട്ടു. പോത്തിഫറിൻ്റെ വീട്ടിൽ വളരെ വിശ്വസ്തനാണ്. ആർക്കും പോത്തിഫറിനെ കുറിച്ച് ഒരു കുറ്റവും പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് പോത്തിഫർ വീട്ടിലെ സകല കാര്യങ്ങളും യോസെഫിനെ ഏൽപ്പിച്ചത്. പക്ഷെ അവസാനം ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് പോത്തിഫറിൻ്റെ ഭാര്യ ഇങ്ങനെ യോസെഫിൻ്റെ മേൽ ഒരു അപവാദവും പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒറ്റ മനുഷ്യർ പോലും യോസെഫിനില്ല. യോസെഫ് അങ്ങനെ ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ട് ഒറ്റ മനുഷ്യരില്ല. പോത്തിഫറിൻ്റെ ഭാര്യ ആ ഒരു സ്ത്രീ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ യോസെഫ് കുറ്റക്കാരനെന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റയടിക്ക് യോസെഫിനെ അങ്ങ് തള്ളുകയാണ്. അപ്പം ദൈവത്തിന് വേണ്ടി ഇത്രമാത്രം നിലനിന്ന ഒരു പൈതലാണ് യോസെഫ്. പക്ഷേ യോസെഫിൻ്റെ ജീവിതത്തിൽ യോസെഫിന് വേണ്ടി ന്യായം പറയാനോ അല്ലെങ്കിൽ യോസെഫിന് വേണ്ടി വാദിക്കാനായിട്ടോ ആരും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ അപ്പോഴും അവിടെയൊക്കെയും യോസെഫ് ഒരിക്കൽ പോലും ദൈവത്തിനെതിരായിട്ടൊന്നും മുറുമുറുക്കുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യർക്ക് വിരോധമായിട്ടൊന്നും മുറുമുറുക്കുന്നില്ല. യോസെഫിൻ്റെ ഹൃദയത്തിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒരു തേജസ് എന്നിൽ വെളിപ്പെടാനുണ്ട്, ആ തേജസ് എന്നിൽ വെളിപ്പെടണം. അത് എപ്പോഴാകും, എപ്പോഴാ ഒരു തേജസ് എന്നിൽ വെളിപ്പെടാൻ തക്ക ആ ഒരു പാകത്തിന് ഞാനാകും, ആ ഒരു ചിന്ത മാത്രമേ യോസെഫിനുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കാരാഗൃഹത്തിലായി. പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ അറിയാം. അവസാനം യോസെഫിന് എന്ത് ചെയ്തു? ദൈവം മാനിച്ചു. മിസ്രൈമിൽ തന്നെ രണ്ടാമനായി തീരുവാൻ തക്കവണ്ണം യോസെഫിനിടയാക്കി. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നോക്കാം. നമുക്കിങ്ങനെ ഒത്തിരി വരെ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിൻ്റെ ജീവിതം നോക്കിയാലും ദാവീദ് ഇങ്ങനെ കാട്ടിൽ അപ്പൻ്റെ ആടുകളൊക്കെ മേയിച്ച് നടക്കുകയാണ്. ഇവിടെ നാട്ടിൽ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നു, വിരുന്ന് നടക്കുന്നു, ശമൂവേൽ പ്രവാചകൻ നടക്കുന്നു. ഇതൊന്നും ദാവീദ് അറിയുന്നുമില്ല, ഇതൊന്നും ദാവീദിനെ ബോധേഡ് ചെയ്യുന്നുമില്ല. കാരണം ദാവീദിനറിയാം ഇവിടെ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം പ്രാപിച്ചാലും ഇതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് നിത്യതയിൽ പോകുമ്പോൾ അവിടെ ഒരു ദൈവിക തേജസ് എന്നിൽ വെളിപ്പെടും. ആ ഒരു തേജസ്സിന് വേണ്ടി ദാവീദ് ഇങ്ങനെ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ദാവീദ് ഒരു കഴിവുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു വിശ്വസ്തനാണ്. അതുകൊണ്ടാണല്ലോ അപ്പൻ്റെ ആടുകളെ പിടിക്കാനായിട്ട് സിംഹവും കരടിയൊക്കെ വന്നപ്പോൾ അതിനോടൊക്കെ പൊരുതി ജയം പ്രാപിച്ചതും അതിൻ്റെ വായിൽ നിന്നൊക്കെ ഈ ആടിനെയൊക്കെ രക്ഷിക്കാനായിട്ടൊക്കെ ഇടയായിത്തീർന്നതും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം ഈ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ചൊക്കെ ഈ ദാവീദിൻ്റെ മേൽ അഭിഷേകം ഒഴിക്കുകയാണ്. പക്ഷെ അപ്പം ദാവീദിനറിയാം എൻ്റെ മേലൊരു അഭിഷേകം വീണു, എന്നാലും ഞാൻ അടുത്തൊരു രാജാവായി തീരണം. ആ ഒരു അറിവ് ദാവീദിനുണ്ടെങ്കിലും ദാവീദ് ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. ദൈവം എൻ്റെ മേലൊരു അഭിഷേകം ഒഴിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ, പക്ഷെ എന്നാലും ഞാൻ അതിനായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, അതിനായിട്ട് ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി. അല്ലെങ്കിൽ അപ്പം ദാവീദ് ഇങ്ങനെ ഓരോ സമയവും മിണ്ടാതിരിക്കുമ്പോഴൊക്കെയും ദാവീദിൻ്റെ ചിന്ത എന്താണ്? എനിക്ക് ആ തേജസ്, ആ ഒരു ദൈവിക തേജസ്സിനെ കുറിച്ചുള്ളൊരു വെളിപ്പാട് പ്രാപിച്ചതായ ദാവീദ് എന്ത് ചെയ്തു? ഒരിക്കൽ പോലും പാപം ചെയ്യാനോ അല്ലെങ്കിൽ പലപ്പോഴും ശൗലിങ്ങനെ ദാവീദിനെതിരായിട്ട് നിൽക്കുകയാണ്. ശൗലിനെ കൊല്ലാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ദാവീദിന് പലപ്പോഴും ലഭിച്ചു. പക്ഷെ അതൊന്നും ദാവീദ് ഉപയോഗിച്ചില്ല. അതൊക്കെ ദാവീദ് ദൈവസന്നിധിയിൽ അങ്ങ് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് ആ ഒരു വെളിപ്പാടിനായിട്ട് കാത്തിരുന്നപ്പോൾ, ദൈവിക തേജസ്സിനായിട്ട് കാത്തിരുന്നപ്പോൾ ഇസ്രായേലിലെ രാജാവായി തീരുവാൻ തക്കവണ്ണം, ഇസ്രായേലിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജാവായി തീരുവാൻ തക്കവണ്ണം ആർക്കിടയായി? ദാവീദിനിടയായി. വീണ്ടും നമുക്ക് നോക്കാം. ഇയ്യോബിനെ നമുക്ക് നോക്കിയാൽ ഇയ്യോബ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് ബൈബിൾ തന്നെ ഇയ്യോബ് 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. ഒന്ന് വായിക്കാമോ? ഓക്കെ. നമുക്കിവിടെയും കാണാൻ ഇയ്യോബ് നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. പക്ഷെ എന്നാലും ഇതെല്ലാം ഇയ്യോബ് ചെയ്യുമ്പോൾ ഇയ്യോബിൻ്റെ മക്കളെക്കുറിച്ചും ഇയ്യോബ് ഭയങ്കര പരിഗണനയാണ്. എൻ്റെ മക്കൾ എന്തെങ്കിലും പാപം ചെയ്ത് കാണുമോ എന്നുള്ളൊരു ചിന്തയിൽ ഇയ്യോബ് ഇങ്ങനെ ഓരോ പ്രാവശ്യവും അവർ കൂടി വരുമ്പോഴൊക്കെയും അവർക്ക് വേണ്ടി ഹോമയാഗങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ എൻ്റെ തലമുറകൾ അല്ലെങ്കിൽ എൻ്റെ മക്കൾ ദൈവത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതായിട്ടുള്ളൊരു ചിന്തയോടുകൂടെയാണ് ഇയ്യോബ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തൊക്കെ വരുന്നത്. അവസാനം ഇയ്യോബിൻ്റെ മേലൊരു കഷ്ടത വന്നു.
ഇയ്യോബിന് സകലതും നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. അത്രയും നാളൊക്കെ ഇത്രയും സമ്പത്തും മക്കളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, ആ ദേശത്തൊക്കെ ഒരു വലിയ വിലയും മാന്യതയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഒറ്റ വളരെ കുറച്ച് സമയം കൊണ്ട് ഇയ്യോബിനുള്ള സകലതും നഷ്ടപ്പെട്ടു. ഇയ്യോബ് ഒന്നുമല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലായി തീരുകയാണ്. നമുക്കറിയാം, ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ കാണാനായിട്ട് വന്നിട്ട് അവർ 7 ദിവസം മിണ്ടാതിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ഒരാളെ കാണാൻ പോയിട്ട് നമ്മളൊരു സാഹചര്യത്തിൽ നമ്മൾ മിണ്ടാതിരിക്കണമെങ്കിൽ ആ ഒരു സാഹചര്യം അത്രയും വേദനാജനകമായിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് അത്രയും സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് നാം എന്ത് ചെയ്യുന്നത്, നമ്മൾ അത്രയും മൗനം പാലിച്ച് മിണ്ടാതിരിക്കുന്നത്. അപ്പം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ വന്ന് ഇയ്യോബിനെ കാണുമ്പോൾ അവർ 7 ദിവസം മിണ്ടാതിരുന്നെങ്കിൽ അപ്പോൾ ഇയ്യോബിൻ്റെ അവസ്ഥ അത്രമാത്രം മോശമായിട്ടുള്ളൊരവസ്ഥയിൽ ഇയ്യോബായി തീർന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇയ്യോബിന് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ശരീരം ഒക്കെയും വ്രണം കൊണ്ട് നിറഞ്ഞു. ഭാര്യ പോലും ഇയ്യോബിനെ തള്ളിക്കളയുകയാണ്. അപ്പോൾ ഇയ്യോബ് ധൈര്യത്തോടെ പറയണേ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. അവിടെ ഒന്നും ഇയ്യോബിന് പരിഭവങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു കഷ്ടതയിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇവർക്ക് ഈ ഒരു പരിഭവങ്ങളൊന്നും വരാത്തതിൻ്റെ കാരണം ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇതിനപ്പുറം ഒരു ദൈവിക തേജസ് നമ്മിൽ വെളിപ്പെടും. അതിന് തക്കതായിട്ടുള്ള ഒരു ദൈവിക വെളിപ്പാട് പ്രാപിച്ചവരായിരുന്നു ഈ ഭക്തന്മാരൊക്കെയും. ഈ ഭക്തന്മാരെ കുറിച്ചൊക്കെയും ഇങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം തന്നെ നാം ഇതൊക്കെയും പിൻപറ്റുവാൻ, നമ്മളിതൊക്കെയും തിരിച്ചറിയുവാൻ, ഇതിന് പ്രകാരം മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഇതിനെക്കുറിച്ചൊക്കെയും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും. നമുക്കൊക്കെയും ഇതൊക്കെയും കേൾക്കുമ്പോൾ വലിയൊരു പ്രചോദനമാണ്. ഇനി ഇയ്യോബ് അവസാനം അനുഗ്രഹിക്കപ്പെട്ട ശേഷം ഇയ്യോബിൻ്റെ ദൈവം പിന്നെ എല്ലാം മടക്കി നൽകി. ഇയ്യോബിൻ്റെ മക്കളെക്കുറിച്ച്, ഇയ്യോബിന് വീണ്ടും പുത്രന്മാരൊക്കെ ജനിച്ചു. ഇയ്യോബിൻ്റെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഇയ്യോബിന് 3 പുത്രിമാരുണ്ടായി. അവരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ലെന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം ഇയ്യോബിൻ്റെ അവസ്ഥ കുറേ നാളിന് മുമ്പ് കണ്ട ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് ഇയ്യോബ് ഇങ്ങനെ ചൊറി പിടിച്ച്, അല്ലെങ്കിൽ ശരീരമൊക്കെ ഇങ്ങനെ വ്രണം നിറഞ്ഞവനായി, ആർക്കും അടുത്ത് ചെല്ലാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു തരത്തിൽ ഉള്ള ഒരു മനുഷ്യൻ. ആ ഒരു മനുഷ്യന് ജനിച്ച കുട്ടികളെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, അവരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ലെന്നാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ നോർമലി ആയിട്ടുള്ള കാര്യത്തിലായി പോലും ഇപ്പോൾ എന്തെങ്കിലും രോഗിയായിട്ടുള്ള ഒരു അപ്പനോ അമ്മയും അവർക്കൊരു തലമുറ ജനിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, അവർക്ക് അങ്ങനെ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അത് കുഞ്ഞിലേട്ടും വന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഇയ്യോബിൻ്റെ ശരീരമൊക്കെ ഇത്രയും മാത്രം അഴുകി, അല്ലെങ്കിൽ ഇത്രയും മാത്രം വ്രണം പിടിച്ച്, ഇത്രയും ചോറി പിടിച്ച് ഈ ഒരു നിലയിലായെങ്കിലും ഇയ്യോബിന് ദൈവം തലമുറകളെ നൽകിയപ്പോൾ അത് ഏറ്റവും സൗന്ദര്യമുള്ളവരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളൊക്കെ ആയി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, യാക്കോബ് 1:12 എഴുതിയിട്ടുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പം നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, പരീക്ഷകളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ സഹിച്ച് മുൻപോട്ട് പോയാൽ ദൈവം ഒരു ദിവസം ഇതിനപ്പുറം നമ്മൾ കൊള്ളാകുന്നവനായി തെളിയുന്നതായിട്ടുള്ളൊരു ദിവസമുണ്ട്. ആ ദിവസം ദൈവം നമ്മളെ മാനിക്കും, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം തരുവാൻ തക്കോണം ഇടയായി തീരും. അതാണ് യെശയ്യാ പ്രവാചകൻ നമ്മളോട് പറഞ്ഞ എങ്ങനെയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എൻ്റെ വലങ്കരത്താൽ നിങ്ങളെ താങ്ങിക്കൊള്ളാം, അല്ലെങ്കിൽ വലങ്കരം നീട്ടി നിങ്ങളെ സഹായിക്കും എന്നൊക്കെ പ്രവാചകന്മാരിൽ കൂടെയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും കഷ്ടതകളുണ്ട്, നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മളതൊന്നും ഭാരപ്പെടേണ്ട, ദൈവം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം, നീതിമാൻ്റെ അനർത്ഥങ്ങളൊക്കെയും അസഖ്യമാകുന്നു, പക്ഷെ എന്നാൽ ദൈവം യഹോവ അതിൽ നിന്നെല്ലാത്തിൽ നിന്നും അവനെ വിടുവിക്കുന്നു എന്നാണ്. അപ്പം നമുക്ക് ദൈവസനിൽ നമ്മൾ എത്രമാത്രം നീതിയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കോ, ജീവിക്കാനായിട്ട് ശ്രമിക്കോ, അതിനനുസരിച്ച് നമുക്ക് കഷ്ടതകൾ കുറയുകയല്ല, കഷ്ടതകൾ വർദ്ധിച്ചു തന്നെ വരും. പക്ഷെ എന്നാലും ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് നമ്മൾ കേട്ടതായിട്ടുള്ള യോസേഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ കേട്ടു. ഇത്രയും കഷ്ടതകൾ, പ്രയാസങ്ങൾ കൂടെയൊക്കെ യോസേഫ് കടന്നുപോയെങ്കിലും അവസാനം വന്നെത്തിയതായിട്ടുള്ള ആ ഒരു പൊസിഷൻ, വന്നെത്തിയ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ദാവീദിൻ്റെ ജീവിതമായാലും, അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ ജീവിതമായാലും.
ഈ പൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങളോടായാലും എനിക്ക് ദൈവസനിൽ പറയാനായിട്ടുള്ളത് ഇതാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ പല കഷ്ടതകൾ, പ്രയാസങ്ങൾ കൂടെ ഒക്കെ കടന്നു പോയാലും ഇതിനപ്പുറമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള ഒരു ദൈവിക തേജസ്സുണ്ട്, ഒരു നിത്യതയുണ്ട്. അപ്പോൾ ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 8-37 ഇങ്ങനെയാണ്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നേടും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നേടും. അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു കർത്താവുള്ളതുകൊണ്ട് ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. നമ്മൾ ഇത്രയും സമയം ഇരിക്കുമായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടെ ഒക്കെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകളൊന്നും നിലനിൽക്കുന്നതല്ല. കുശവൻ്റെ കയ്യിലുള്ള ഒരു കളിമണ്ണ് നമുക്കറിയാമോ? കുശവൻ്റെ കയ്യിൽ ഒരു പിടി കളിമണ്ണ്. ആ കളിമണ്ണിനെ കുശവൻ ഇങ്ങനെ എടുത്തു വെച്ച് അതിനെ പാകപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ കുശവൻ അതിൽ പാകപ്പെടുത്തുമ്പോൾ അതിലുള്ള അഴുക്കുകൾ അല്ലെങ്കിൽ അതിൽ വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. അപ്പോൾ ഈ കല്ലുകളൊക്കെ എടുത്ത് കളയുമ്പോഴത്തേക്ക് ഈ കളിമണ്ണ് ഇവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുവാണ്. കളിമണ്ണിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, കിടന്ന് അലറിക്കരയാണ്. അപ്പോഴേക്ക് ഈ കുശവൻ ഈ മണ്ണിനെ കയ്യിൽ വെച്ചിരുന്നിട്ട് ഈ കളിമണ്ണിൻ്റെ കരച്ചിലോ നിലവിളിയോ അലറലോ ഒന്നും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. കാരണം കുശവൻ അറിയാം, ഈ കളിമണ്ണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിൽ നിന്ന് ചിലതൊക്കെ നഷ്ടമാകുമ്പോൾ ഈ കളിമണ്ണിനൊരു വേദനയൊക്കെ ആണെങ്കിലും അതിനപ്പുറമായിട്ട് ഈ കളിമണ്ണിൽ ഞാൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ളൊരു രൂപമുണ്ട്. ആ രൂപത്തിൽ ഈ കളിമണ്ണായി തീരുമ്പോൾ പിന്നെ ഇതിനപ്പുറമായിട്ട് ഈ കളിമണ്ണിന് മാന്യത ലഭിക്കും, അതിന് മൂല്യമേറും, അത് വിലയുള്ളതായി തീരും, അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാം ഇപ്പം ഇങ്ങനെ പല കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ദൈവസ്ഥനെ നിലവിളിക്കണുണ്ടാവും. പലപ്പോഴും ദൈവസ്ഥനെ നമ്മൾ നിലവിളിച്ചിട്ടൊന്നും നമ്മുടെ നിലവിളി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ കഷ്ടതയോടെ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന കളിമണ്ണാണ്. കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന കളിമണ്ണാണോ? ചിലപ്പോൾ ചില നിലവിളികൾ, ചില കഷ്ടതകൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നതൊക്കെയും ദൈവം അത് കേട്ട ഭാവം നടിക്കത്തില്ല. കാരണം കർത്താവിനറിയാം ഇതിനപ്പുറമായിട്ട് കർത്താവ് അതിനൊക്കെ പണിതെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഒരു രൂപമുണ്ട്. നമ്മൾ യോസെഫിൻ്റെ ജീവിതം കണ്ടതുപോലെ, ദാവീദിൻ്റെ ജീവിതം കണ്ടതുപോലെ, ഇയ്യോബിൻ്റെ ജീവിതം കണ്ടതുപോലെ, അതുപോലെ നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളായി തീരുവാൻ, അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ നമുക്ക് കരങ്ങളെ ചേർത്തടിച്ച് ദൈവസന്നിധിയിൽ ഒരു പ്രത്യാശ ഗാനം പാടാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഗാനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഗാനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല.
நாமோ அதுவரை பொறுமையாக, அதுவரை அமைதியாக சகலத்தை அனுபவித்து சகித்து முன்னேற தேவ பிள்ளையே, என் கர்த்தர் வைத்திருக்கிற நித்திய ஜீவனை, என் கர்த்தர் வைத்திருக்கிற மகிமையை தரிசிக்கிற தினத்தில் எல்லா துக்கங்கள் கஷ்டங்களும் அதில் லேசானதாய் மாறி போகும், அது லேசானதாய் மாறி போகும். இன்று காண்கிற உத்திரவம் அது நிரந்தரமானதல்ல, இன்று காண்கிற வேதனை அது நிரந்தரமானதல்ல. எந்த விதமான கஷ்டப்புகளையும் எந்த விதமான மல கலக்கங்களை யோசேப்பு வைக்காதவனும் சகலத்தை மறந்து நேசிக்கிறவனை மாறுறது போல இந்த நாட்கள்ல ஒப்பு கொடுக்கிற தேவ பிள்ளை, வருகிற நாட்கள்ல அவர் வருகையின் நாட்கள்ல நமக்காக வைக்கப்பட்டிருக்கிற மகிமையின் சந்தோஷத்தை அடையும்படியாக என்னை தகுதிப்படுத்துவீராக.